നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ അച്ഛാ, ഇല്ല ഇല്ല ശബരി, നീ എന്തു പറഞ്ഞാലും അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. നീ അവളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിലക്കില്ലല്ലോ. പക്ഷെ ഇതനുസരിച്ച് തരാൻ അവളുടെ അച്ഛനായി എനിക്ക് പറ്റില്ല. ഒരച്ഛനെ കൊണ്ടും പറ്റില്ല. അണ്ണാ, നമുക്കത് ഒന്നുകൂടി സമാധാനമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ? ഇവർക്ക് വേണമെങ്കിൽ അണ്ണന്റെ അടുത്തേക്ക് വരാതെ ഒരു തീരുമാനം എടുക്കാറുന്നല്ലോ. അത് ശരിയാ. പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്താ പിന്നെ ഭർത്താവിനാണല്ലോ അധികാരം. എന്റെ മകളാണെങ്കിൽ തെറ്റിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. മോനെ ശബരി, ഒരപേക്ഷ മാത്രമേ അച്ഛൻ വയ്ക്കുന്നുള്ളൂ. ആത്മരക്ഷാർത്ഥം എന്റെ മോൾക്ക് ഒരുത്തനെ കുത്തേണ്ടി വന്നതല്ലേ, അതും ഒരു അക്രമിയായി ഒരുത്തനെ. കോടതിക്ക് അതെല്ലാം മനസ്സിലാവും. നമുക്ക് വാദിച്ചു നോക്കാം. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. അച്ഛാ, ഞാൻ സംസാരിക്കാം. എന്നിട്ടും കോടതി അവളെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. എന്നാലും എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി അവളൊരു ഭ്രാന്തിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണ്ട. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെയൊക്കെ കാല് പിടിക്കാം മക്കളെ. അച്ഛൻ കാല് പിടിക്കാം. അച്ഛാ, ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ദയെ എങ്ങനെ നിയമത്തിന്റെ കുറുക്കിന്ന് പുറത്തു കൊണ്ടുവരാന്ന് മാത്രം. അഡ്വക്കേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ അത് കോടതി മാത്രമല്ലേ അറിയൂ അച്ഛാ. ഈ സംഭവം ഇതുവരെ ന്യൂസ് ഒന്നും ആയിട്ടില്ലല്ലോ.